നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സസ്യങ്ങളിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെഡിങ് ആണ്. ബെഡിങ് നടക്കുന്നതിന് ഉദാഹരണം ഈസ്റ്റാണ്. ഇൻ ദിസ് മെത്തേഡ് എ സ്മോൾ പ്രൊജക്ഷൻ കോൾഡ് ബെഡ് ഈസ് ഫോംഡ് ഓൺ ദി ഈസ്റ്റ് സെൽ. ഈസ്റ്റ് സെല്ലിൽ ചെറിയൊരു ബെഡ് ഫോം ചെയ്യും, ചെറിയൊരു മൊട്ട് പോലൊരു സാധനം ഫോം ചെയ്യും. പിന്നെ അത് വളർന്ന് ഒരു പുതിയ ഈസ്റ്റ് സെല്ലായിട്ട് മാറും. അത് വീണ്ടും വളർന്ന് പുതിയ ഈസ്റ്റ് സെല്ലായിട്ട് മാറും. ഈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടില്ല, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ദോശയൊക്കെ ചുടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിൽ പതച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈസ്റ്റ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. പക്ഷെ നമുക്കതിനൊരു മൈക്രോസ്കോപ്പ് വെച്ചൊക്കെ നിരീക്ഷിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ബെഡ് നമുക്ക് കൃത്യമായിട്ട് കാണാനൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതിൽ സംഭവിക്കുക ഇതാണ് ഒരു ഈസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഇതിന് ഇതേപോലെ ചെറിയൊരു ബെഡ് ഫോം ചെയ്യും, ചെറിയൊരു മൊട്ട് പോലെ ഫോം ചെയ്യും. പിന്നെ അതിങ്ങനെ വളർന്ന് പൂർണ്ണ വളർച്ചെത്തിയിട്ട് പുതിയൊരു സെല്ലായി മാറും. പിന്നെ അതിൽ നിന്ന് അടുത്ത സെല്ലുണ്ടാകും. ഏകദേശം ബെഡിങ് ഈ രീതിയിലാണ്. വളരെ പെട്ടെന്ന് ഈ പ്രോസസ്സ് നടക്കും, വളരെ ഫാസ്റ്റായിട്ട് ഈ പ്രോസസ്സ് നടക്കും. ഇതേപോലെ മറ്റ് പല സാധനങ്ങളിലും ബെഡുകൾ ഫോം ചെയ്ത് ആ ബെഡ് വലുതായി പുതിയൊരു പ്ലാന്റായി മാറുന്ന, പുതിയൊരു ജീവിയായി മാറുന്ന പ്രോസസ്സ് നടക്കാറുണ്ട്. അതിന് ബെഡിങ് എന്ന് വിളിക്കുക. ഫ്രാഗ്മെൻറ്റേഷനാണ്. സ്പൈറോജറ പോലുള്ള സാധനങ്ങളാണ് ഈ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുക. ഇൻ ദിസ് മെത്തേഡ് ദ പ്ലാന്റ് ബ്രേക്സ് അപ്പ് ഇൻറ്റു 2 or more ഫ്രാഗ്മെൻറ്റ്സ്. 2 or 3 ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങ് മാറും. ഓരോന്നും വളർന്ന് പുതിയ പ്ലാന്റായിട്ട് മാറും. സ്പൈറോജറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വളരെ ചെറുതാണ്, ഏകോശമാണ്. നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ നടക്കുന്ന ഇതേപോലെ നിങ്ങൾ കാണുന്നത് പോലെ, ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് അങ്ങ് സ്പ്ലിറ്റ് ആവും, 2 or 3 എണ്ണമായി മാറും. അത് വളർന്ന് പുതിയ പ്ലാന്റായിട്ട് മാറും. മറ്റൊന്ന് സ്പോർ ഫോർമേഷനാണ്. ഫംഗസിൽ, ഫേൺസിലൊക്കെ നടക്കുന്നതാണ് സ്പോർ ഫോർമേഷൻ. സ്പോറുകൾ ഫോം ചെയ്യും. സ്പോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിത്ത് പോലെ തന്നെയാണ്, പക്ഷെ അത് വിത്തല്ല. വിത്ത് ഉണ്ടാവണമെങ്കിൽ അത് ഒരു ഫ്ലവറിൽ നിന്നാണ് വിത്ത് ഉണ്ടാവുക. പക്ഷെ ഇതിന് ഫ്ലവർ ഉണ്ടാവില്ല. അല്ല, നമ്മൾ പലപ്പോഴും അപ്പൂപ്പൻ താടി എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ, ഒരു കറുത്തൊരു സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവും, അതിന് മുകളിൽ ഇങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പാറി കളിക്കുന്നൊരു സാധനം. അതൊക്കെ സ്പോർസാണ്, സീഡ്സ് അല്ല, സ്പോർസാണ്. ഈ സ്പോർസ് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പാറി നടക്കും. എവിടെയെങ്കിലുമൊക്കെ പറ്റിയ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വളർന്ന് പുതിയ പ്ലാന്റായിട്ട് മാറും. അപ്പോൾ സ്പോർ ഫോർമേഷനാണ് മറ്റൊരു മറ്റൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത്രയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. എങ്ങനെയാണ് സസ്യങ്ങളിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. സസ്യത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാവും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അറിയപ്പെടുന്നത് സ്റ്റെയ്മൻ എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അറിയപ്പെടുന്നത് പിസ്റ്റിൽ എന്നുമാണ്. ഒരു ഫ്ലവറിൻ്റെ, ഒരു സസ്യത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലവറാണ്. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെയ്മനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് പിസ്റ്റിലുമാണ്. ഇനി ചില ഫ്ലവേഴ്സിന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? ഒരു ഫ്ലവറിൽ ഒന്നുകിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ വിളിക്കുക യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അതേസമയം ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുക ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നും, ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടെങ്കിൽ നമ്മളതിനെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നുമാണ് വിളിക്കാറുള്ളത്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് ഉദാഹരണമാണ് മെയ്സ്, പപ്പായ, കുക്കുംബറൊക്കെ. ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് ഉദാഹരണമാണ് റോസ്, മസ്റ്റാർഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. പെറ്റൂണിയ പോലുള്ള ഫ്ലവേഴ്സൊക്കെ ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് ഉദാഹരണമാണ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മത്തൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മത്തൻ്റെ ഫ്ലവർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുക. ഒന്ന് ഒരു
ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ മുകളിൽ നേരെ ഫ്ലവർ ഉണ്ടാവും. ചിലത് ഇങ്ങനെ ഉണ്ടാവും, അതിന് മുകളിൽ ചെറിയൊരു ഇതുണ്ട്, അതിന് മുകളിലേക്ക് ഫ്ലവർ ഉണ്ടാവാം. ഇത് രണ്ട് യൂണിസെക്ഷലാണ്. ഇത് സ്റ്റെയ്മൻ മാത്രമുള്ള അല്ലെങ്കിൽ മെയിൽ മാത്രമുള്ളതാണ്. ഇത് മെയിലും ഫീമെയിലും കൂടെ ഉള്ള, അല്ലെങ്കിൽ ഇത് ഫീമെയിൽ മാത്രമുള്ള സാധനമാണ്. അപ്പോൾ മെയിലുള്ളതിൽ നിന്ന് ഫീമെയിൽ ഉള്ളതിലേക്ക് പരാഗണമൊക്കെ നടക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് മാത്രമേ വളർന്ന് പുതിയ മത്തനുണ്ടാവുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു വീണു പോകും. അപ്പോൾ ബൈസെക്ഷലും ഉണ്ട്, യൂണിസെക്ഷലും ഉണ്ട്. ചില പ്ലാന്റിൽ എല്ലാ ഫ്ലവേഴ്സും ബൈസെക്ഷലായിരിക്കും, ചിലതിലെല്ലാം യൂണിസെക്ഷലായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിനുള്ള ഉദാഹരണം. ഒരു മെയിൽ ഫ്ലവറും അതേപോലെ ഒരു ഫീമെയിൽ ഫ്ലവറും. ഇതൊരു മെയിൽ ഫ്ലവറാണ്, സ്റ്റെയ്മൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്റ്റോക്കിൻ്റെ മുകളിൽ നേരെ സ്റ്റെയ്മൻ മാത്രമാണ് വരിക. ഇതൊരു ഫീമെയിൽ ഫ്ലവറാണ്. ഫീമെയിൽ ഫ്ലവറിൽ പിന്നെ ഇവിടെ ഒരു ചെറിയ മത്തൻ്റെ ഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ പരിസരത്തൊക്കെയുള്ള മത്തൻ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടാവല്ലോ, അതിൻ്റെയൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇത് ഫീമെയിൽ ഫ്ലവറാണ്, ഇത് മെയിൽ ഫ്ലവറുമാണ്. ക്ലിയർ ആണല്ലോ? സ്റ്റെയ്മനിൽ രണ്ട് പാർട്ടുകൾ ഉണ്ടാവും, ഫിലമെൻറ്റും ആന്തറും. സ്റ്റെയ്മൻ എന്ന് പറയുന്നത് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ആ സ്റ്റെയ്മൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടുകൾ ഉൾപ്പെട്ടതാണ്, ഒന്ന് ഫിലമെൻറ്റും മറ്റൊന്ന് ആന്തറും. ഈ ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ്, അതായത് നമ്മൾ പൂമ്പൊടി എന്ന് പറയുന്ന മെയിൽ ഗമേറ്റ്, പൂമ്പൊടി എന്ന് പറയാറില്ലേ, നമ്മളൊരു ചെമ്പരത്തി പൂവൊക്കെ എടുത്താൽ അതിന് മുകളിലേക്ക് നിൽക്കുന്ന ഒരു മഞ്ഞ പൊടി ഉണ്ടാവും, നമുക്ക് കയ്യിലൊക്കെ ആവുന്ന, അതിനാണ് നമ്മൾ മെയിൽ ഗമേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് പാർട്ടുകൾ, ആന്തറും ഫിലമെൻറ്റുമാണ് ഒരു മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൻ്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആന്തറും ഫിലമെൻറ്റുമാണ്. ആന്തറിലാണ് പിന്നെ പോളൻ ഗ്രെയിൻസ്, അതായത് പൂമ്പൊടി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും, അതാണ് മെയിൽ ഗമേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി പിസ്റ്റിൽ എന്ന് പറയുന്നത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൽ 3 ഭാഗങ്ങളുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ ഉണ്ടാവും, സ്റ്റൈൽ ഉണ്ടാവും, ഓവറി ഉണ്ടാവും. ദ ഓവറി കണ്ടെയ്ൻസ് ഒവ്യൂൾ വിച്ച് കണ്ടെയ്ൻസ് എ ഫീമെയിൽ ഗമേറ്റ് ഓർ എഗ്. ഈ ഓവറിയിലാണ് ഫീമെയിൽ ഗമേറ്റായ എഗ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് സ്റ്റെയ്മന് 2 പാർട്ടാണ്, ആന്തറും ഫിലമെൻറ്റും. അതേപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന് 3 പാർട്ടുകൾ ഉണ്ടാകും: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഇതാണ് സ്റ്റെയ്മനും പിസ്റ്റിലും. സ്റ്റെയ്മൻ മെയിൽ ഓർഗനാണ്. ബിയർ ആന്തേഴ്സ് contains pollen grains which produce male cells, male gametes. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ, ഒരു സ്റ്റെയ്മൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മൾ പ്ലാന്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫ്ലവറിന് ഇങ്ങനെ മുകളിലേക്കൊരു ഭാഗം ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് വിളിക്കുക. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഫിലമെൻ്റ് എന്ന് വിളിക്കും. അതിൻ്റെ മുകളിൽ ആന്തർ ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്ലവർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. നമ്മൾ ചെമ്പരത്തിപ്പൂ ഉദാഹരണം അതെടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇതാണ് സ്റ്റെയ്മൻ്റെ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇനി അതേസമയം പിസ്റ്റിൽ എന്ന് പറയുന്നത് ഇതാ, ഈ 3 ഭാഗങ്ങളുണ്ടാവും: സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഈ 3 ഭാഗങ്ങളാണ് ഒരു ഫീമെയിൽ ഇതിനുണ്ടാവുക. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ ഓവറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒവ്യൂൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു പാർട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓവറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലവർ, നമ്മളൊരു റോസ് എടുത്താൽ ആ റോസിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ ഇതേപോലെ ഇതേ രീതിയിലായിക്കോണമെന്നില്ല, ഏകദേശം ഇതേപോലെ കാണും. അതാണ് അതിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ ഒവ്യൂൾ എന്ന് വിളിക്കുന്ന ഭാഗം. ഈ ആന്തറിൽ ഇങ്ങനെ കാണുന്ന സാധനത്തിനാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആന്തറും ഫിലമെൻറ്റുമാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അതിൽ കാണുന്ന പൂമ്പൊടിയാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി എന്ന് പറയുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്, അതിൻ്റെ ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഒവ്യൂളാണ് ഈ കാണുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ സമയത്ത് ഈ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് വളർന്നിട്ടാണ് പുതിയൊരു സീഡായിട്ട് മാറുന്നത്. അതിപ്പോൾ മാവാവട്ടെ,
പ്ലാവാവട്ടെ തെങ്ങാവട്ടെ ഇതിലൊക്കെ ഈ പ്രോസസ്സാണ് നടക്കുക. മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ കൂടിച്ചേർന്ന് ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഫ്ലവറാണ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞു. ഫ്ലവറിൻ്റെ 2 പാർട്ടുകളാണ് സ്റ്റൈമനും പിസ്റ്റിലും. സ്റ്റൈമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും പിസ്റ്റിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമാണ്. ഇത് രണ്ടും ഒരു ഫ്ലവറിലുണ്ടെങ്കിൽ അതിനെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നും, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നും വിളിക്കും. മെയിൽ ഗമേറ്റ് ആണ് സ്റ്റൈമനിലുണ്ടാവുക, ആന്ത്രും ഫിലമെൻറ്റുമാണ് അതിൻ്റെ 2 ഭാഗങ്ങൾ. ഫീമെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ എഗ്ഗ് ഉണ്ടാവുക പിസ്റ്റിലാണ്. 3 പാർട്ടുകളാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറയാണ് അതിനുള്ളത്. ഇതിലുള്ള മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ കൂടിച്ചേർന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. എന്താണ് സൈഗോട്ട് എന്നും അതെങ്ങനെ വളർന്ന് സീഡാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.